ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും ചെയ്യാറുള്ളൊരു വിഭവം തന്നെയാണ് അടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മാവ് കുഴച്ച് ഇവിടെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആട്ടയോ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഞാനിവിടെ ആട്ടയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ശർക്കര, തേങ്ങ ചിരകിയത്, നല്ല ജീരകം, ഏലയ്ക്ക, ഇത്രയും കാര്യങ്ങൾ ഒരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ചീകി തേങ്ങയോടൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ്. ശർക്കര പാനിയാക്കി ഒഴിച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട്. എന്തായാലും ഞാനിവിടെ ചീകിയാണ് ഇട്ടിരിക്കുന്നത്. മാവ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഞാനങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങയും ശർക്കരയും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തത് നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഇനി അത് മടക്കിയെടുക്കുക. മൈദയോ ആട്ടയോ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് സൈഡെല്ലാം ഒട്ടും. സാധാരണ നമ്മൾ അരിമാവ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇലയിലൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇലയൊന്നും ഉപയോഗിച്ചിട്ടില്ല, നേരിട്ട് തന്നെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അട ഒരെണ്ണം കൂടി റെഡിയാക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടെണ്ണമായി. രണ്ടെണ്ണം വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണയോ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഏകദേശം മൂത്തിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അല്പം കൂടി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ്. മൂക്കാൻ വേണം, നന്നായിട്ട് വേകുകയൊക്കെ വേണം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരടയും കൂടി റെഡിയാക്കി പാനിലേക്ക് വെച്ചിട്ടുണ്ട്. മറ്റേ അട ഇച്ചിരി കൂടെ മൂക്കാനുണ്ട്, അതാണ് എടുക്കാത്തത്. രണ്ട് സൈഡും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് അതും മാറ്റാം. അങ്ങനെ രണ്ടടയും നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് മുറിച്ച് കട്ട് ചെയ്തൊന്ന് വെക്കാം. അങ്ങനെ ഓരോ അടയും 2 പീസാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ 4 പീസ് ആയി. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ അടിപൊളി അട ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ടാറ്റാ, ബൈ ബൈ.